ഈശ്വരക്കും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വരൽ കൃപയും സമാധാനവും. നമ്മുടെ ജീവിത പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം അന്വേഷിക്കുക എന്നത് സ്വാഭാവികതയാണ്. ദൈവം നമുക്ക് ഓരോ സാഹചര്യങ്ങൾ നൽകുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു താൽക്കാലികതയെ മാത്രം നേരിടാൻ വേണ്ടിയല്ല. നമുക്ക് വിശക്കുന്നു, സ്വാഭാവികമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. വിശപ്പിൽ ഭക്ഷണം ഒരു ആവശ്യമാണ്, അതും സ്വാഭാവികതയാണ്. എന്നാൽ നമുക്ക് വിശക്കുന്നതും നമുക്ക് ഭക്ഷണം ലഭിക്കുന്നതും കേവലം വിശപ്പിനെ തൃപ്തിപ്പെടുത്തുക എന്നൊരു കാര്യം മാത്രം സാധിക്കാൻ വേണ്ടിയല്ല. അത് ജീവൻ നിലനിൽക്കാനുള്ള ഒരു ആവശ്യത്തെ മുൻനിർത്തിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വാസ്തവത്തിൽ കേവലമായ താൽക്കാലികമായി അവയെ പരിഹരിക്കുക എന്ന ലളിത യുക്തിയിലല്ല നമ്മൾ കാണേണ്ടത്. അതിന്റെ മൂലാർത്ഥത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. വിശപ്പും ഭക്ഷണവും ജീവൻ നിലനിർത്താൻ ആവശ്യമാണ് എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിത പ്രതിസന്ധികളും അവയ്ക്കുള്ള പരിഹാരങ്ങളും യഥാർത്ഥത്തിൽ ആത്മീയമായ പൂർണ്ണതയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്തു അനുഭവത്തിന് കാരണമായിട്ട് മാറും. യേശുക്രിസ്തുവിനെ അനുഭവിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ അയാളെ തന്നെ ദൈവത്തിൽ സമ്പൂർണമായി അനുഭവിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മെ തന്നെ അനുഭവിക്കാൻ കഴിയണം. നമ്മുടെ ബന്ധങ്ങളായാലും ഈ ലോകത്തെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളായാലും ഏത് തരത്തിലുള്ള ജീവിതക്രമത്തിലായാലും നാം ശ്രമിക്കുന്നപ്പോഴും നമ്മളെ അനുഭവിക്കാനാണ്. വ്യക്തിപരമായി നമുക്ക് നമ്മെ അനുഭവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ അപരത്വം ദൈവം നിർമ്മിക്കുന്നത്. സൃഷ്ടിയിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് അവനെ വിഭജിക്കുന്നത് അവന് ഈ അനുഭവപൂർണത ഉണ്ടാകണമെങ്കിൽ ഒരു കുറവ് അവനുണ്ടാകണം. അല്ലെങ്കിൽ അവനിൽ തന്നെ അവൻ പൂർണ്ണനാകാത്ത വിധം ഒന്ന് അവനുണ്ടാകും. അപ്പോഴാണ് അവന് ഈ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുക. ഒരിക്കലും വിശന്നിട്ടില്ലാത്ത ഒരാൾക്ക് ഭക്ഷണത്തോട് ഒരു താല്പര്യവും തോന്നില്ല. അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുന്നില്ലെങ്കിൽ നാം നമ്മെ തന്നെ അനുഭവിക്കില്ല എന്നുകൂടി മനസ്സിലാക്കണം. കഷ്ടതയുടെ നാടുകളിൽ ജീവിക്കുന്നു എന്നത് ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം. ബാല്യകാലത്തോ ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യത്തിലോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കാര്യം ഓർക്കുമ്പോൾ സങ്കടമുണ്ടാകുമെങ്കിലും നമുക്ക് അതിനെ അതിജീവിച്ചതിനെ ഓർത്ത് ഒരു ഹൃദയ സന്തോഷമുണ്ടാവും. നമ്മൾ അറിയാത്തൊരു സന്തോഷം ഉണ്ടാവും. പണ്ടൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത്. ഇപ്പൊ മഴക്കാലമൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടികൾ ഇപ്പൊ കുടയും ചൂടി പോകേണ്ട കാര്യം പോലും ഇല്ല. റെയിൻകോട്ട് ഉണ്ടെന്ന് മാത്രമല്ല, സ്കൂൾ ബസ്സുകളിലൊക്കെയാണ് പോകുന്നത്. നമ്മൾ പോയിരുന്നത് മഴ നനഞ്ഞിട്ടാണ്, ഇല ചൂടിയിട്ടാണ്, കൂട്ടുകാരുടെ കുടയിൽ കയറിയിട്ടാണ്. ആ അനുഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ബാല്യകാലത്തിലേക്കും അതിലൊരു സൗഖ്യത്തിലേക്കും നമ്മൾ പോകുന്നുണ്ട്. ഇപ്പൊ ജീവിത പ്രയാസങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ക്ലേശകരമാണെങ്കിലും അപ്പൊ പിന്നീട് നമുക്ക് ജീവിതത്തിന്റെ അനുഭവം എന്ന നിലയ്ക്ക് ഒരു അനുഭൂതി പകരുന്ന കാര്യമായിട്ട് മാറുന്നുണ്ട്. പണ്ട് കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെ നമുക്ക് ഹൃദയപരമായി അനുഭവിക്കാൻ കഴിയുന്നത് ഈ കഷ്ടത ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഭക്ഷണം കിട്ടാതിരുന്ന് കിട്ടുമ്പോഴാണ് അതിന് രുചി ഉണ്ടാകുക. ഭക്ഷണം നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ രുചിക്കുറവ് അനുഭവപ്പെടും. അങ്ങനെ ഭക്ഷണം കിട്ടാതെ വരുന്ന സമയത്ത് നല്ല ചൂട് ചോറിൽ മുളക് ചമ്മന്തിയൊക്കെ ചാലിച്ച് തിന്നുന്ന കാര്യം ഓർത്താൽ നമുക്ക് അതിനോട് താല്പര്യം തോന്നും, അതിനൊരു രുചി തോന്നും. ഇപ്പൊ പറയാറില്ലേ ആളുകൾ, എല്ലാം ഉണ്ട് പക്ഷെ ഒരു രുചിയില്ല. എല്ലാ സന്തോഷങ്ങൾക്കും സാഹചര്യമുണ്ട്, ഒരു സന്തോഷമില്ല. കാരണം വന്നത് ദുരിത വഴികളിലൂടെയല്ല. അപ്പൊ ദുരിതങ്ങൾ പോലും നമുക്ക് ഉപകാരമാകുന്നുണ്ട്. അവ ദൈവത്തിന് വചനം അഭ്യസിക്കാൻ കാരണമായല്ലോ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അങ്ങയുടെ വചനങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ സ്വാഭാവികമായി നമ്മെ ഞെരുക്കുമെങ്കിലും അവ താൽക്കാലികമായി നമ്മെ ഞെരുക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവയുടെ പൂർണ്ണത നിത്യതയുമായി ബന്ധപ്പെട്ടാണെന്നും യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള വഴിയാണെന്നും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇങ്ങനെ പറയുമ്പോഴും ഇത്രയൊക്കെ പറയുമ്പോഴും എത്ര ആലങ്കാരികമായിട്ട് പറഞ്ഞാലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. കച്ചവടം നടക്കുന്നില്ല, കല്യാണം നടക്കുന്നില്ല, രോഗങ്ങൾ വരുന്നു, അസമാധാനം ഉണ്ടാവുന്നു, കുടുംബത്തിലാകെ പ്രശ്നം ഉണ്ടാവുന്നു, മക്കളൊന്നും നേരാമണ്ണമല്ല. 100 വിഷമങ്ങളാണ് ഓരോ വ്യക്തിയും പേറുന്നത്. ഈ വിഷമങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്നൊരു ധാരണ, ഒരു താല്പര്യം നമുക്കുണ്ടാവുകയും സ്വാഭാവികമാണ്. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മൾ അതിന്റെ മൂലവേര് തേടിപ്പോകും. അങ്ങ് തേടിപ്പോകുന്ന വേരുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും
നമുക്ക് കാണാമറയത്തുള്ള കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. വ്യക്തിപരമായ നമ്മുടെ കുറവുകളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ചുറ്റുപാടുകളെയൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അവയ്ക്കപ്പുറം എന്തെങ്കിലും കാരണമുണ്ടോ എന്നൊരു ജിജ്ഞാസ, ഒരു അന്വേഷണാത്മകത നമുക്കുണ്ടാവുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് കാണാമറയത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം നമ്മൾ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. എത്ര ശാസ്ത്രീയമായി പുരോഗമിക്കുമ്പോഴും നമ്മൾ പുതിയിടങ്ങൾ തേടിപ്പോവാണ്. നമുക്ക് ചൊവ്വയിൽ ഒരു ഇടം കിട്ടുമോ, നമുക്ക് എവിടെയാണ് ഒരു വാസസ്ഥലം കണ്ടെത്താൻ പറ്റുക എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഭൂമിയിലെ ജീവിതം തന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ നമുക്ക് പറ്റണില്ല. ഉള്ള വീട്ടിൽ മര്യാദയ്ക്ക് കിടക്കാൻ പറ്റണില്ലെങ്കിലും 10 നിലയുള്ള വീടിനെ കുറിച്ചാണ് നമ്മുടെ സങ്കല്പം. നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഇത് മനുഷ്യന്റെ പ്രവണതയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപരിഹാര്യമായി തോന്നുന്ന കാര്യങ്ങളുടെ അല്ലെങ്കിൽ കാരണം കണ്ടെത്താനാവാതെ പോകുന്ന കാര്യങ്ങളെ പലപ്പോഴും നമ്മൾ ചില യുക്തികൾക്കകത്ത് കൊണ്ടുപോയി കെട്ടും. അതിലൊരു യുക്തിയാണ് പൂർവികരുടെ പാപമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ മൂല കാരണമെന്ന ചിന്ത. ഇതൊരു പുതിയ ചിന്തയല്ല, ഒരു പഴയ ചിന്തയാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളുടെ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഇത് അനുഭവമാകാൻ, ഇപ്പൊ ശാപം അനുഭവമാകുന്നത് എങ്ങനെ, ഈ പൂർവിക പാപം നമുക്ക് അനുഭവമാകുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് പാപം പകരപ്പെടുന്നത് എങ്ങനെയെന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകണം. ജന്മപാപത്തെക്കുറിച്ച് നമ്മൾ മുൻപേ തന്നെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ജന്മപാപം പകരുന്നതിനോട് ബന്ധപ്പെട്ടാണ് കർമ്മപാപത്തിന്റെ പകർച്ചയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജന്മപാപവും കർമ്മപാപവും തമ്മിലുള്ള മറ്റു ചില വ്യത്യാസങ്ങൾ അന്ന് പറയാത്തവയായിരിക്കാം, ഇന്ന് പുതിയവ തോന്നുന്നതായിരിക്കും. അതുകൂടി നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളിതിന്റെ തുടർച്ചയായി എങ്ങനെയാണ് ഒരു ശാപം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുക, എങ്ങനെയാണ് ഒരു പൂർവികൻ ചെയ്ത പാപം അതിന്റെ ഭാരം ഏതെങ്കിലും തരത്തിൽ നമ്മെ ബാധിക്കുക എന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പൊ പ്രാഥമിക ഭാഗത്ത് നമുക്ക് ചിന്തിക്കേണ്ടത് ജന്മപാപത്തിന്റെ പകർച്ചയാണ്. എന്താണ് ജന്മപാപം എന്നതിനെ സംബന്ധിച്ച് വിശദമായി കഴിഞ്ഞൊരു എപ്പിസോഡ് ചെയ്തതുകൊണ്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തു. ആരാണ് ആദ്യ മാതാപിതാക്കന്മാർ? ആദ്യ മാതാപിതാക്കന്മാർ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ്. ശ്രദ്ധിക്കണം, ആദ്യ മാതാപിതാക്കന്മാർ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ്. എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്? നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യ സൃഷ്ടി നടത്തുന്നു. ഇനി പിന്നീടുള്ള ഒരു മനുഷ്യനെയും ദൈവം നേരിട്ട് സൃഷ്ടിക്കുകയല്ല. ഈ സൃഷ്ടി പ്രക്രിയയുടെ ഭാഗമായി ഓരോ മനുഷ്യനും മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുകയാണ്. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. ജന്മപാപം എന്നത് സംഭവിക്കുന്നത് ആദ്യ മാതാപിതാക്കന്മാർക്കാണ്. ആദ്യ മാതാപിതാക്കന്മാർ ദൈവം സൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ നിന്ന് ജനിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സൃഷ്ടി പ്രക്രിയക്കകത്ത് തുടരായിട്ട് വരുന്നവരാണ് ഓരോ മനുഷ്യനും. അപ്പൊ നമ്മള് എന്നാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? നിങ്ങൾക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഓർമ്മയുണ്ടാവും. നമ്മൾ നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ എഴുതി വെച്ചതും രേഖകളിലുള്ളതുമായ ഒരു ജന്മദിനം നമുക്കുണ്ടാവും. അങ്ങനെ ആ ജന്മദിനത്തിൽ നമ്മൾ ജനിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ അന്നാണോ ഉണ്ടായത്? അല്ല, നമ്മൾ ഉണ്ടായത് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടപ്പോഴാണ്. കുറച്ചുകൂടി ക്ലിയർ ആവുന്നത്, നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ജനിച്ച ദിവസമാണ്. എന്നാൽ അതിനൊരു ആണ്ടും തീയതിയൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ കൃത്യമായ ആണ്ടും തീയതിയും കണക്ക് കൂട്ടിയൊക്കെ പറയാൻ കഴിയുമെങ്കിലും വ്യക്തമല്ലാത്ത ഒരു ജന്മം അതിനു മുമ്പ് ഉണ്ടാകുന്നുണ്ട്. അത് മാതാവും പിതാവും തമ്മിൽ ചേർന്ന് അമ്മയുടെ ഉദരത്തിൽ നാം രൂപപ്പെട്ടതിനാണ്. എന്നാൽ അവിടെയും നാം ഒരു ജനന പ്രക്രിയക്കകത്ത് പങ്കുചേരുകയാണ്. അവിടെയും നാം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. നാം സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടിയുടെ പ്രാരംഭത്തിലാണ്. ഉൽപ്പത്തി കഥ നമ്മോട് പറയുന്നൊരു കാര്യം എന്താണ്? ദൈവം മനുഷ്യനെ മണ്ണ് കുഴച്ച് ആൾരൂപമാക്കി നിർമ്മിക്കുന്നു. ഈ നിർമ്മാണ പ്രക്രിയ നടന്ന ആ സംഭവമാണ് സൃഷ്ടി. ആ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയും പുരുഷനും പാപം ചെയ്തപ്പോ സൃഷ്ടിയുടെ ആദ്യത്തിൽ തന്നെ ഈ പാപം അവരിലുണ്ടായി. ഇനി അവരിൽ നിന്ന് ജനിക്കുന്ന സകലരിലും മനുഷ്യവംശം മുഴുവനും കൂടിയാണ് ആദവും ഹവ്വയും. ആ മനുഷ്യവംശത്തിന്റെ മുഴുവൻ രൂപമായ സൃഷ്ടിയായ ആദ്യ മനുഷ്യനിൽ പാപം ഉണ്ടായി.
ഇനി എന്താണ് ആ പാപം? പാപം ദൈവം പറഞ്ഞ വാക്കനുസരിച്ചില്ല, ലോകത്തേക്ക് തിരിഞ്ഞു. അങ്ങനെ ലോകത്തേക്ക് തിരിഞ്ഞതുകൊണ്ട് സകല മനുഷ്യരെയും ഈ പാപത്തിന്റെ കറ സ്വാധീനിച്ചു. ദൈവഛായയിൽ മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ പ്രസാദപരപൂർണനായിരുന്നു. പർദീസ് എന്ന വാക്ക് തന്നെ ആദ്യത്തെ സന്തോഷം എന്നാണ്. ദൈവത്തിൽ സന്തോഷിക്കുന്നവനായിരുന്നു മനുഷ്യൻ. ആദ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്ന് വെച്ചാൽ നമ്മൾ അയാൾ വേറെ ആയിട്ട് കാണേണ്ട യാദം എന്ന് പറയുന്ന ആൾ തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആദത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ. സകല മനുഷ്യരും ഒന്നാണ്. മനുഷ്യൻ എന്ന കോൺസെപ്റ്റിനകത്താണ് പ്രകൃതം, മനുഷ്യപ്രകൃതം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്. ആദം മനുഷ്യപ്രകൃതമാണ്. ആ മനുഷ്യപ്രകൃതം വരപ്രസാദ പൂർണ്ണതയിലായിരുന്നു എന്ന് വെച്ചാൽ ആദ്യത്തെ സന്തോഷത്തിലായിരുന്നു. വരപ്രസാദ പൂർണ്ണത അല്ലെങ്കിൽ കൃപാപൂർണത എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. വരപ്രസാദത്തിന്റെ ഒന്നാമത്തെ അവസ്ഥ ശുദ്ധീകരണ വരപ്രസാദമാണ്, സാങ്ക്ടിഫയിങ് ഗ്രേസ് ആണ്. അതായത് നന്മ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. നമുക്കിപ്പോ എങ്ങനെയാ വെച്ചാൽ നന്മയും തിന്മയും ഉണ്ട്, നമ്മുടെ ഒരു സ്വാതന്ത്ര്യവും നമ്മുടെ മുമ്പിൽ. നന്മ മാത്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കാൾ ഉപരിയായി മനുഷ്യന് നൽകപ്പെട്ടിരുന്നു. മനുഷ്യന് സൃഷ്ടിയിൽ തന്നെ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ നന്മ മാത്രം തിരഞ്ഞെടുക്കാനുള്ള പ്രസാദപരാവസ്ഥ അല്ലെങ്കിൽ സാങ്ക്ടിഫയിങ് ഗ്രേസ്, കൃപ മനുഷ്യന് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ശുദ്ധീകരണ അവസ്ഥ അല്ലെങ്കിൽ സാങ്ക്ടിഫയിങ് ഗ്രേസ്, ശുദ്ധീകരണ കൃപ, അങ്ങനെ തന്നെ പറയാം, കൃപ നമുക്കുണ്ടായിരുന്നു. രണ്ടാമത്തേത് മനുഷ്യന്റെ സമഗ്രതയാണ്. നമ്മുടെ ശാരീരിക വികാരങ്ങൾ ആത്മപ്രേരണയ്ക്ക് വിധേയമായി മാത്രം പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയായിരുന്നു. അതുകൊണ്ട് തിന്മ പ്രവർത്തിക്കാൻ നമുക്ക് സാധ്യമല്ലായിരുന്നു. വരപ്രസാദത്തിന് രണ്ടാമത്തെ സാഹചര്യം ഇതാണ്, മനുഷ്യന്റെ സമഗ്രതയാണ്. മാനുഷിക വികാരങ്ങൾ ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയമായി മാത്രം ചെയ്യാൻ കഴിയും വിധം തിന്മ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, പാപം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ നമുക്കുണ്ടായിരുന്നു. മൂന്നാമത്തേത് അമർത്യതയാണ്. ഈ 3 കാര്യങ്ങൾ മനുഷ്യനുണ്ടായി. സ്വതന്ത്രമായി ഒരു തീരുമാനമെടുത്ത് ദൈവത്തെ നിഷേധിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ വീണുപോയി. ഈ പറഞ്ഞ ഒറിജിനൽ സിൻ, ആദ്യത്തെ പാപം മനുഷ്യൻ ചെയ്യുമ്പോൾ അവൻ വീണുപോയി. അങ്ങനെ വീണുപോയ മനുഷ്യനിൽ ആദത്തിലും ഹവ്വയിലും തുല്യ പങ്കാളിത്തമുണ്ട്. അങ്ങനെ വീണുപോയ മനുഷ്യൻ ഈ ഭൂമിയിൽ പിന്നീട് മനുഷ്യപ്രകൃതത്തിന്റെ പ്രക്രിയാപരമായ തുടർച്ചയിൽ മുഴുവൻ ഈ കുറവുള്ളവനായിട്ട് തീർന്നു. ഈ 3 കാര്യങ്ങൾ കുറവുള്ളവനായിട്ട് തീർന്നു. ഇതാണ് ആദിപാപത്തിന്റെ അല്ലെങ്കിൽ ആദിപാപത്തിന്റെ അനന്തരഫലത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ ഒറിജിനൽ ജസ്റ്റിസിന്റെ തുടർച്ച എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്രകാരം മനുഷ്യകുലത്തിന് ഒന്നാകെ വന്ന ഒരു കാര്യമാണ്. മനുഷ്യപ്രകൃതത്തിന് വന്നൊരു കുറവാണ്. മനുഷ്യപ്രകൃതത്തിന് വന്ന ഈ കുറവ് തുടർച്ചയാണ് എന്ന് പറയുന്നതിനേക്കാൾ എല്ലാവരിലും ഉണ്ട്. നാം ജനിക്കുന്നത് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് നാം പുറത്തു വരുന്ന ദിനമാണ്. മാതാവിന്റെ ഉദരത്തിൽ അതിനു മുമ്പ് നമ്മളുണ്ട്. ആ നമ്മൾ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ആദിയിലാണ് എന്നൊരു കാര്യം ഓർക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന ഒരൊറ്റ കാര്യത്തിലേക്കാണ് പോവുക. മനുഷ്യ പ്രകൃതത്തിന്റെ ആ സൃഷ്ടി രൂപത്തിനകത്ത് മനുഷ്യനുണ്ടായ വീഴ്ച അത് തുടർച്ചയായിട്ടല്ല, അതെല്ലാവരിലും ഒരുപോലെ ഉണ്ട്. അത് തുടർന്നു വരുന്ന ഒരു കാര്യമല്ല, പകർച്ചയല്ല എന്ന കാര്യം അറിയാം. പലപ്പോഴും നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ പ്രജനന പ്രക്രിയയിൽ പങ്കുചേരുന്നത് മൂലം നമുക്ക് ജന്മം സിദ്ധിക്കുമ്പോൾ മാതാപിതാക്കളിലൂടെ വരുന്ന, ജനിക്കുന്നതിലൂടെ വരുന്ന പാപമാണെന്നാണ്. ജനിക്കുന്നതിലൂടെയാണ് പാപം വരുന്നതെന്ന് പലപ്പോഴും നമ്മൾ കരുതണേ. അതുകൊണ്ട് ഈ ലൈംഗിക പ്രവൃത്തി തന്നെ പാപമാണെന്ന് കരുതുന്നവർ സഭയ്ക്കകത്ത് പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. സാധാരണ വിശ്വാസികളിൽ തന്നെ കുറെ ആളുകൾ ലൈംഗികതയെ പാപകരമായ ഒരു തിന്മയായിട്ട് കാണുന്നത് ഈ ഒരു തരത്തിലാണ്. ഈ ഒരു കുറവിലൂടെയാണ് ജന്മം എന്നാണ്. അത് മനുഷ്യ പ്രകൃതത്തിനേറ്റ കളങ്കമാണ്. ആ കളങ്കം എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കുട്ടി എങ്ങനെയാണ് ഈ ജന്മപാപത്തിന്റെ ഷെയർ അല്ലെങ്കിൽ ആ
വീണ പ്രകൃതം എങ്ങനെയാണ് പേറുന്നത്? അത് വ്യക്തമായിട്ട് ആലോചിക്കാൻ പറ്റും. അപ്പനും അമ്മയും ക്രിസ്ത്യാനിയാണ്. ഇനിയിപ്പോൾ മറ്റുള്ളവരെയൊക്കെ നമുക്ക് വിടാം. മാമോദീസ സ്വീകരിച്ചവരാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ ഉത്ഭവപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും മോചനം നൽകിയിട്ടാണല്ലോ മാമോദീസ നൽകപ്പെടുന്നത്. അങ്ങനെ ഉത്ഭവപാപത്തിൽ നിന്നും മോചനം സിദ്ധിച്ച നമ്മൾ, ഉത്ഭവപാപത്തിൽ നിന്നും മോചനം സിദ്ധിച്ച മാതാപിതാക്കൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞു ജനിക്കുമ്പോൾ ആ കുഞ്ഞും ജന്മപാപമുള്ളതാണ്. അത് പാരമ്പര്യപ്രകാരം ലഭിക്കുന്നതല്ല എന്ന് മനസ്സിലായില്ലേ? മാതാപിതാക്കൾ കത്തോലിക്കരാണ്, മാമോദീസ സ്വീകരിച്ചവരാണ്. അവർ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് വീണ്ടും ഈ ഉത്ഭവപാപത്തിന്റെ അനന്തരഫലമായ ഒറിജിനൽ ജസ്റ്റിസ് എന്ന് പറയുന്ന നന്മയുടെ നഷ്ടമുള്ളതായിട്ടാണ് ജനിക്കുന്നത്. പാരമ്പര്യപ്രകാരമാണെങ്കിൽ ഉത്ഭവപാപം കട്ട് ചെയ്യപ്പെട്ടതാണ്, അത് പിന്നീട് തുടരേണ്ട കാര്യമില്ല. പക്ഷേ ഉത്ഭവപാപം എന്നത് മനുഷ്യ പ്രകൃതത്തിലാണ്. ആ പ്രകൃതത്തിൽ എല്ലാവർക്കും അത് എപ്പോഴും ഉണ്ട് എന്ന കാര്യം ഓർക്കണം. രണ്ടു പേർക്കാണ് അത് ഇല്ലാത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് പരിശുദ്ധ മറിയത്തിനാണ്. പരിശുദ്ധ മറിയത്തിന് 1854 സഭ പ്രഖ്യാപിക്കുകയാണ് അവൾ ഉത്ഭവപാപരഹിതയായിരുന്നു, അമലോത്ഭവയായിരുന്നു. സഭ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി അവൾക്ക് ഉത്ഭവപാപമില്ലെന്ന്? വേറെ ഒന്നും അന്വേഷിക്കേണ്ട. കത്തോലിക്ക ബൈബിളിലല്ല, സത്യവേദ പുസ്തകത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ട്. മിസ്റ്റർ ലൂക്കാസ് സുവിശേഷം 1:28 മറിയത്തോട് മാലാഖ നടത്തുന്ന സംബോധനയാണ്. കൃപ നിറഞ്ഞ മറിയം എന്നാ വിളിക്കുന്നത്. കൃപ നിറഞ്ഞവളെ. അതിൽ ഗ്രീക്ക് മൂലത്തിലാണെങ്കിൽ കൊയ്ക്കരുത്തോവൻ എന്ന വാക്കാണ് കൃപാപൂർണിമയാൽ ഉരുവാക്കപ്പെട്ടവളെ, അങ്ങനെ വിളിക്കുന്നു മാതാവ്. കൃപാപൂർണിമയാൽ ഉരുവാക്കപ്പെട്ടവൾ. എന്തായിരുന്നു നഷ്ടം? നഷ്ടം കൃപയാണ്. നഷ്ടം കൃപയായിരുന്നു. ആ കൃപയാണ് ഈ വരപ്രസാദം. ആ വരപ്രസാദ പൂർണിമയാൽ ഉരുവാക്കപ്പെട്ടവളെ എന്നാണ് മറിയത്തെ സംബോധന ചെയ്യുന്നത്, കൃപ നിറഞ്ഞവളെ. അപ്പൊ മറിയം കൃപ നിറഞ്ഞവളാണെന്ന് മാലാഖയിലൂടെ ദൈവം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് മറിയം കൃപ നിറഞ്ഞവളാണ്. ഇനി വേറൊരു കാര്യം നമുക്ക് പറയാട്ടോ. ഉത്ഭവഭാവത്തെ കുറിച്ച് പറയുമ്പോൾ, മറിയത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാവുന്നൊരു വേറൊരു കാര്യം, ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുക. അപ്പൊ മാതാവിന്റെ ഉദരഫലമായി വരുന്ന ക്രിസ്തു എങ്ങനെയുള്ള ആളാണ്? പരിശുദ്ധനാണ്. എങ്കിൽ മാതാവും പരിശുദ്ധയാണ്. ഇനി യേശു ഉത്ഭവഭാവമുള്ള ആളായിരുന്നു. യേശു മനുഷ്യനായിട്ടാണല്ലോ ജനിച്ചത്. എങ്ങനെയാണ് യേശു ജനിച്ചത്? യേശു മനുഷ്യാവതാരം എടുക്കുമ്പോൾ അവൻ വീണുപോയവന്റെ സാദൃശ്യത്തിലേക്ക് വന്നു എന്ന് തന്നെയാണ് വചനം പറയുന്നത്. ഫിലിപ്പിയർ 2:6 പറയുന്നുണ്ട്. അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഈ ദാസൻ എന്ന് പറഞ്ഞാൽ വീണുപോയവനാണ്. ആ വീണുപോയവന്റെ പ്രകൃതത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ വീണുപോയവന്റെ പ്രകൃതത്തിലേക്ക് വരുന്ന ക്രിസ്തു എങ്ങനെ പാപരഹിതനാകും? അവിടെയാണ് യേശു പിതാവിനോട് അനുസരണം പ്രഖ്യാപിക്കുന്നത്. എപ്പോഴാണ്? എപ്പോഴുമാണ്. യേശു പിതാവിന്റെ അനുസരണത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തില്ല. കൃപയാണ്, കൃപയിലാണ്. അതല്ലെങ്കിൽ കൃപയുടെ ഉറവിടമാണ്. അങ്ങനെ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നു. യേശു മനുഷ്യന്റെ ബലഹീനതകളെല്ലാം പങ്കുപറ്റുമ്പോഴും പാപരഹിതനായിരിക്കുന്നു, പരിശുദ്ധനായിരിക്കും. ഇനി വേറൊരു കാര്യം നമുക്ക് ആലോചിക്കാം. ഈ യേശു മാമോദീസ സ്വീകരിച്ച എന്തിനാണെന്നൊക്കെ ആളുകൾ എപ്പോഴും ചോദിക്കും. യേശുവിന് അങ്ങനെ മാമോദീസ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, മനുഷ്യന് പ്രകൃതത്തിൽ ഉത്ഭവപാപമുണ്ടെന്നും അതിൽ നിന്ന് അവൻ വിമോചനം പ്രാപിക്കേണ്ടതാണെന്നും ക്രിസ്തു സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചുകൊണ്ട് കാട്ടിക്കൊടുക്കാം. എന്താണ് ജ്ഞാനസ്നാനത്തിന്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, 2 പാപങ്ങളിൽ നിന്നുള്ള മോചനമാണല്ലോ സഭ പഠിപ്പിക്കുക. ഒന്ന് ഉത്ഭവപാപത്തിൽ നിന്ന്, ഒന്ന് കർമ്മപാപത്തിൽ നിന്ന്. ഉത്ഭവപാപം മനുഷ്യപ്രകൃതത്തിനകത്തുള്ളതാണെന്നും മനുഷ്യപ്രകൃതത്തിനകത്ത് നിന്ന് മോചനം ആവശ്യമാണെന്നും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു സ്നാനം സ്വീകരിക്കുന്നത്. ക്രിസ്തു അപ്രകാരം സ്നാനം സ്വീകരിക്കുന്നത് പാപിയായതുകൊണ്ടല്ല, മനുഷ്യപ്രകൃതത്തിന് പാപമുണ്ട് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. യേശു സ്നാനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടാകുന്നു,
ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ വരുന്നു. അങ്ങനെ ത്രിത്വം അവിടെ അനുഭവപ്പെടുന്നു. അവിടെ ഇവൻ പരിശുദ്ധനാണ്, ഇവൻ കുറവുള്ളവനല്ല എന്ന് ദൈവവും വെളിപ്പെടുത്തുന്നു. ഈ രണ്ടുപേരൊഴികെ ലോകത്തുള്ള സകല മനുഷ്യരും ഈ പറഞ്ഞ ഒറിജിനൽ ജസ്റ്റിസിന്റെ അഭാവത്തോടെ ജനിക്കുന്നവരാണ്, ഉത്ഭവപാപത്തിന്റെ പങ്കുകാരാണ്. പ്രക്രിയാപരമായി മനുഷ്യത്വം അനുഭവിക്കുന്ന ഈ കുറവ് നമുക്ക് പരിഹരിക്കപ്പെടുന്നത് മാമോദീസയിലാണ്, ക്രിസ്തുവിനോടൊന്നു ചേരുമ്പോൾ മാത്രമാണ്. അങ്ങനെ യേശുവിന്റെ ശരീരമാണെന്ന് നാം പ്രഖ്യാപിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഉത്ഭവപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും നമുക്ക് മോചനം സിദ്ധിക്കുന്നു എന്ന കാര്യം ഓർക്കണം. സാധാരണ നാം ചോദിക്കുന്ന ചോദ്യമാണ്, അവൻ ദൈവപുത്രനാണെങ്കിൽ, അവൻ പരമപരിശുദ്ധനാണെങ്കിൽ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ വേണ്ടി മാമോദീസ സ്വീകരിക്കുന്ന പതിവ് അവൻ എന്തിനാണ് അനുഷ്ഠിക്കുന്നത്? യോഹന്നാൻ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, നീ എന്തിനാണ് എൻ്റെ അടുക്കൽ വരുന്നത്? ഞാൻ തന്നെ നിന്റെ അടുക്കൽ വരേണ്ടതായിരിക്കും, നീ എൻ്റെ അടുക്കൽ വരുന്നത് എന്തിനാണ്? യേശു പരമപരിശുദ്ധനാണ്, ദൈവപുത്രനാണ്. ഭൂമിയിലേക്ക് വരുന്നത് മനുഷ്യപ്രകൃതത്തിലാണ്. ആ മനുഷ്യപ്രകൃതത്തിനകത്ത് ഒരു പോരായ്മയുള്ളതായി മനുഷ്യർക്കറിയാവുന്ന കാര്യം, അത് പാപപ്രകൃതമാണ്. മനുഷ്യപ്രകൃതത്തിനകത്തുള്ള പാപപ്രകൃതം, ഈ ഒറിജിനൽ ജസ്റ്റിസിന്റെ അഭാവം, അതിൽ നിന്ന് മനുഷ്യൻ മോചനം പ്രാപിക്കാൻ മാമോദീസ സ്വീകരിക്കേണ്ടതുണ്ട്, സ്നാനപ്പെടേണ്ടതുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു സ്നാനത്തിന് തയ്യാറാകുന്നത്. സകല നീതിയും പൂർത്തീകരിക്കപ്പെടേണ്ടതിന് എന്ന് യേശു പറയുന്നുണ്ട്. സകല നീതിയും അങ്ങനെ പൂർത്തിയാകട്ടെ. അവൻ ബലഹീനനാണ് മനുഷ്യപ്രകൃതത്തിൽ, പക്ഷേ അവൻ പാപമില്ലാതെയാണ് ജനിക്കുന്നത്. അവൻ പരമപരിശുദ്ധനാണ്. ആ പരമപരിശുദ്ധനായവൻ സ്നാനം സ്വീകരിക്കുന്നത് മനുഷ്യപ്രകൃതത്തിനകത്ത് നഷ്ടമായി പോയ വരപ്രസാദ പൂർണിമയെ വീണ്ടെടുക്കാൻ മനുഷ്യകുലം സ്നാനപ്പെടേണ്ടതുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അതേസമയം തന്നെ സ്നാനം കഴിഞ്ഞ് ജോർദാന്റെ കരയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച്, സ്നാപകന്റെ മുന്നിൽ വെച്ച് സ്വർഗം തുറക്കപ്പെടുന്നു. ദൈവം പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ എഴുന്നള്ളി വരുന്നു. അങ്ങനെ ത്രിത്വം അനാവൃതമാകുന്നു. ഒപ്പം തന്നെ ഒരു കാര്യം വെളിപ്പെടുന്നു, ഇവൻ പരിശുദ്ധനാണ്. അപ്പൊ യേശുവിന്റെ പരിശുദ്ധിയെക്കുറിച്ച് സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. മാമോദീസയുടെ ആവശ്യകതയെക്കുറിച്ചും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയായത് ക്രിസ്തുവിനെ ഗർഭം ധരിക്കാൻ വേണ്ടി കാലേ കൂട്ടി അവൾ പരിശുദ്ധയാക്കപ്പെടുകയാണ്. മനുഷ്യകുലത്തിനുള്ള ഈ വീഴ്ചയിൽ നിന്ന് അവൾ വിമോചിതയാകുന്നത് ദൈവത്തിന് മാതൃത്വം കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. മറിയം അമലോത്ഭവയായതുപോലെ നമുക്ക് അമലോത്ഭവത്വം ലഭിക്കുന്നില്ല, എന്നാൽ നാം ക്രിസ്തുവിലായിത്തീരുമ്പോൾ ഉത്ഭവപാപത്തിൽ നിന്ന് നാമും വിമോചിതരാകുന്നു. അതുകൊണ്ട് പാപത്തിന്റെ തുടർച്ച എന്ന് പറയുന്ന ഒറിജിനൽ സിന്നിന്റെ തുടർച്ചയായി വരുന്ന ഒറിജിനൽ ജസ്റ്റിസിന്റെ അഭാവം, വരപ്രസാദത്തിന്റെ അഭാവം നമ്മിൽ നിന്ന് പരിഹരിക്കപ്പെടുന്നുണ്ട് മാമോദീസയിൽ. മാമോദീസയ്ക്ക് ശേഷം നമ്മളും പാപരഹിതരാണ്. ഉത്ഭവ പാപത്തെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ നമുക്ക് ബോധ്യമുണ്ടാണ്. ഉത്ഭവ പാപം ഉണ്ടെങ്കിലുള്ള കുഴപ്പം എന്താണ്? ഉത്ഭവ പാപം ഉണ്ടെങ്കിൽ നമുക്ക് നന്മ തിരഞ്ഞെടുക്കാൻ മാത്രമായിട്ടുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പൊ യേശുക്രിസ്തുവിൽ മാമോദീസ സ്വീകരിക്കുന്നതിന്റെ പരമപ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യം ഇതാണ്, നന്മ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ സ്നാനം സ്വീകരിക്കണം. ഒന്ന്, വരപ്രസാദം തിരികെ വരണം. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വരപ്രസാദം നമുക്ക് വീണ്ടും അനുഭവിക്കാൻ പറ്റും. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ വരപ്രസാദ അവസ്ഥ മനുഷ്യത്വത്തിന്റെ സമഗ്രതയാണ്. അതായത് നമ്മുടെ ശാരീരിക വികാരങ്ങളെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയമാക്കി പാപരഹിതരായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വരപ്രസാദാവസ്ഥയിൽ അല്ലാതായി പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒറിജിനൽ സിൻ, പാപാസക്തി, ടെൻഡൻസി ഫോർ സിന്നിങ്, അത് നമ്മെ പിടികൂടും, അത് നമ്മിൽ അനുഭവപ്പെടും. അതുകൊണ്ട് പാപകരമായ സാഹചര്യങ്ങളിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തേത് അമർത്യതയാണ് നഷ്ടപ്പെടുന്നത്, മരണത്തിന് വിധേയപ്പെടുന്നു. നാം ഓരോരുത്തരും മരണത്തിന് വിധേയപ്പെടുന്നവരാണ്. പക്ഷേ യേശുക്രിസ്തുവിലായിത്തീരുന്ന നമ്മെ സംബന്ധിച്ച് മരണം അവസാനമല്ല. സാധാരണ എങ്ങനെയാണ്? ഒരാൾ മരിച്ചാൽ മരിച്ചു, അതോടെ തീർന്നു. നമുക്കങ്ങനെയല്ല. നമ്മുടെ മരണം ഒരു ഉദ്ധാനത്തിലേക്കാണ്, ക്രിസ്തുവിലേക്കാണ്. അതുകൊണ്ട് ക്രിസ്തുവിലായിത്തീരുന്ന നാം ഓരോരുത്തരും മരണത്തോടെ അവസാനിക്കുന്നവരല്ലെന്നും നിത്യതയിലേക്ക് ജീവിക്കുന്നവരാണെന്നും, അതുകൊണ്ട്
നാം ഉദ്ധിതരാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് ഉത്ഭവപാപത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ ഉത്ഭവപാപത്തിന്റെ പകർച്ച എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. മാതാപിതാക്കളുടെ പാപം നമ്മിലേക്ക് തുടർന്നു വരികയല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം മാമുദീസ വഴി ഉത്ഭവപാപത്തിൽ നിന്ന് വിമോചിതരാകുമ്പോൾ വരപ്രസാദ പൂർണിമയിലേക്ക്, കൃപാപൂർണതയിലേക്ക് നമ്മൾ വരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതാണ് ഉത്ഭവപാപത്തെ സംബന്ധിച്ചുള്ള ധാരണയിൽ സാമാന്യമായി വരുന്ന ഒരു പെശക്. ജന്മപാപത്തെക്കുറിച്ചുള്ള നമ്മുടെ സംശയം എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ ജന്മപാപം പകരപ്പെടുന്നുണ്ടെങ്കിൽ കർമ്മപാപവും പകരപ്പെടില്ലേ? കർമ്മപാപത്തിന്റെ പ്രത്യേകത എന്താണ്? കർമ്മപാപം നാം 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്ന കാര്യമാണ്: അറിവ്, സമ്മതം, സ്വാതന്ത്ര്യം. ഉത്ഭവപാപത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് തന്നെ, ജന്മപാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൽ വിമോചനമുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൽ വിമോചനമുണ്ട് എന്ന് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ജന്മപാപത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്. കർമ്മപാപമാകട്ടെ നമുക്ക് നൽകപ്പെട്ട അറിവും സമ്മതം കൊടുക്കാനുള്ള ശേഷിയും സ്വാതന്ത്ര്യവും, ഈ 3 കാര്യം ഉൾപ്പെട്ടതാണ്. നാം ഒരു കാര്യം അറിയുന്നു, നന്മയോ തിന്മയോ എന്ന് അറിയുന്നു. ഈ അറിവ് പരമപ്രധാനമാണ്. ഒന്ന്, ആ നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവ് നമ്മൾ അറിയുന്നു. എന്താണ് തിന്മ, എന്താണ് നന്മ എന്ന് വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. രണ്ടാമത് സമ്മതം കൊടുക്കലാണ്. ഒരു കാര്യത്തിന് സമ്മതം കൊടുക്കുക, ഒരു തിന്മയ്ക്ക് സമ്മതം കൊടുക്കുക, അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ അതിനു വേണ്ടി വിനിയോഗിക്കുക. നമുക്ക് ദൈവം ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? വരപ്രസാദത്തിലാണെങ്കിൽ നന്മ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം എന്നത് നമുക്കിഷ്ടമുള്ള പോലെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ 3 കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു കർമ്മപാപത്തിലേക്ക് നമ്മൾ പതിക്കുക. അല്ലെങ്കിൽ ഒരു പാപം ചെയ്യാൻ ഇടയാകുമ്പോൾ ഈ 3 കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഇത് കേവലം വ്യക്തിപരമായൊരു കാര്യമാണ്. ഓരോരുത്തർക്കും അയാളുടെ അറിവ്, അയാളുടെ സ്വാതന്ത്ര്യബോധം, അയാളുടെ സമ്മതം കൊടുക്കൽ, ഈ 3 കാര്യമില്ലാണ്ട് പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് കർമ്മപാപം എന്നത് വ്യക്തിപരമായൊരു കാര്യമാണ്. ഈ ജന്മപാപം എന്ന് പറയുന്ന അവസ്ഥയാകട്ടെ അതൊരിക്കലും ഒരു വ്യക്തിയുടെയും പെശ കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് മനുഷ്യ പ്രകൃതത്തിനേറ്റ ഒരു കളങ്കമാണ്. ആ കളങ്കം ക്രിസ്തുവിൽ നീക്കം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് അതിന്റെ ബാധ്യതയും നമുക്കില്ല. ഒപ്പം തന്നെ കർമ്മപാപം എന്നത് ഇതേപോലെയല്ല, അത് വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. അതും പകർന്നു കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. ഇക്കാര്യം നമുക്ക് ബോധ്യം ഉണ്ടാവണം. അപ്പൊ ഈ ബോധ്യത്തിൽ നിന്നിട്ട് വേണം, ഇങ്ങനെയാണെങ്കിലും ഈ ബോധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളെയും പോരായ്മകളെയും വേദനകളെയും ഒക്കെ നമ്മുടെയും നമ്മുടെ പൂർവികരും ചെയ്ത പാപങ്ങളുടെ ഫലമാണ് എന്ന് വിശ്വസിക്കാൻ ഇടയാകുന്ന ചില കാര്യങ്ങൾ പഴയ നിയമത്തിനകത്തുണ്ട്. പഴയ നിയമം അഥവാ ലോകമതങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്രകാരം പൂർവിക പാപത്തെ സംബന്ധിച്ചും പൂർവിക ശാപത്തെ സംബന്ധിച്ചുള്ളതാണ്. നമുക്ക് കാണാവുന്ന ഒരു കാര്യം ജോഷുവയുടെ പുസ്തകത്തിൽ, ജോഷുവയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യഹൂദ മതത്തിന്റെ സംവിധാനത്തിനകത്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. 10 കൽപ്പനകൾ ദൈവം നൽകിയതാണ്. ആ 10 കൽപ്പനകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു മതസംഹിതയായി അത് മാറിയ ഒരു കാലത്ത് നാം ആഖാന്റെ പാപത്തെക്കുറിച്ച് കേൾക്കുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 1 മുതൽ 26 വരെ തിരുവചനങ്ങളിൽ ആഖാന്റെ പാപം. ഒരു യുദ്ധത്തിനകത്ത് കൊള്ള മുതലൊന്നും എടുത്തുകൂടാതൊക്കെ നശിപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞത് കേൾക്കാതെ കൊള്ള മുതലിൽ ഒരു പങ്ക് മോഷ്ടിച്ചെടുത്ത് അവകാശപ്പെടുത്തിയ ആഖാൻ ആ സമൂഹത്തിന് മുഴുവൻ നാശം വരുത്തുന്നു, യുദ്ധത്തിൽ തോൽക്കാൻ ഇടയാക്കുന്നു, ദുരിതങ്ങൾക്ക് കാരണമായി മാറുന്നു എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ആഖാനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു, ചുട്ടുചാമ്പലാക്കുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ നമ്മൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരും. പലപ്പോഴും നിങ്ങളൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരുടെയെങ്കിലും കുറ്റം വിധികൾക്ക് ഇങ്ങനെ ഇരയായിട്ടുണ്ടാവും. നിങ്ങൾ കാരണമാണ് ഈ നാശമൊക്കെ സംഭവിക്കുന്നത്. ഈ കുടുംബത്തിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാകുന്നത് നിന്റെ വിശ്വാസക്കുറവുകൊണ്ടാണ്.
തീവ്ര വിശ്വാസിയായ ഭർത്താവാണെങ്കിൽ ഭാര്യയോ മക്കളെയോ കുറ്റപ്പെടുത്തും. നീ ഒരാൾ കാരണമാണ്, നിന്റെ പ്രാർത്ഥനയില്ലായ്മയാണ്, നിന്റെ വിശ്വാസമില്ലായ്മയാണ്, നിന്റെ പാപമാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം. അങ്ങനെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ സമൂഹത്തിനകത്ത് ഒരു പറ്റമായി മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലത്ത്, ഒരു പറ്റം ചേർന്ന് ജീവിച്ചിരുന്ന ഒരു കാലമാണ് ജോഷുവയുടെ ഒക്കെ കാലം. അപ്പൊ ഈ പറ്റത്തിനകത്ത് ഒരാൾ എന്ന ആളില്ല എന്ന്. ഇത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്, സാമൂഹ്യ ശാസ്ത്രപരമായ ഒരു കാര്യമാണ്. അന്ന് പറ്റത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്, വ്യക്തിത്വം ഇല്ല, പറ്റമാണ്. ആ പറ്റത്തിൽ ഒരാൾ പാപം ചെയ്താൽ അതിന്റെ ഫലം അവരെല്ലാവരും അനുഭവിക്കേണ്ടി വരും. അവർക്കെല്ലാവർക്കും അതിന്റെ ഓഹരി ഉണ്ടാവും. എന്നാൽ വ്യക്തിപരമാണ് പാപമെന്നാണ് ക്രിസ്തുവിൽ നാം പഠിക്കുക. പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ പൂർവിക മതങ്ങളിൽ, മതസംവിധാനങ്ങൾക്കകത്ത് പാപം വ്യക്തിപരമായ ഉത്തരവാദിത്വമല്ല. ഒരാൾ തെറ്റ് ചെയ്താൽ ശിക്ഷ അനേകർക്ക് കിട്ടും. ദാവീദിന്റെ കാര്യത്തിൽ നമുക്കത് കാണാം. ദാവീദ് ഊറിയായെ ചതിച്ചുവെന്ന് ബേർശബയെ സ്വന്തമാക്കി. അങ്ങനെ ദാവീദ് ചെയ്ത പ്രവൃത്തിയെ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നു. ഒരാൾക്കൊരു പെണ്ണാട്ടിൻ കുട്ടി ഉണ്ടായിരുന്നു, അതിനെ വേറൊരാൾ മോഷ്ടിച്ചെടുത്ത കഥ പറയുന്നു. അങ്ങനെയുള്ള ഒരുവൻ, അനീതി കാണിക്കുന്നവൻ തന്റെ രാജ്യത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് ദാവീദ് പറയുന്നു. ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ പറയാം. നാഥാൻ പ്രവാചകൻ ഇത് പറയുമ്പോൾ അതിന്റെ കൂടെ പറയുന്നുണ്ട് 2 സാമുവേൽ 12:10 എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. ഇത് പഴയ നിയമ ബോധ്യമാണ്. ദാവീദ് അനുദപിച്ചു, നാഥാനോട് പാപമൊക്കെ ഏറ്റു പറഞ്ഞു. നാഥാൻ ക്ഷമിച്ചു. നാഥാൻ പറഞ്ഞു, ദൈവം ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ നീ മരിക്കില്ല, നിനക്കൊരു കുഴപ്പവും സംഭവിക്കില്ല, പക്ഷെ നിന്റെ കുഞ്ഞ് മരിച്ചു. ഇതൊക്കെ എടുത്തിട്ടാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാപത്തിന് അനന്തരഫലം സംഭവിക്കും, അത് കുടുംബത്തിൽ സംഭവിക്കും, മറ്റുള്ളവർക്ക് സംഭവിക്കും. കുട്ടികൾക്കുണ്ടാകുന്ന രോഗത്തിന്റെ കാരണം അപ്പനും അമ്മയാണ്, അപ്പന്റെ അപ്പനാണ്, അപ്പാപ്പനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെടുത്തിട്ടാണ്. ഇതൊരു പഴയ നിയമ ബോധ്യമാണ്. അതല്ലെങ്കിൽ ചരിത്രപരമായി നമ്മൾ നോക്കിയാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രോഗത്തിന്റെ കാരണം എന്താണെന്നും എങ്ങനെയാണ് രോഗം വരുന്നതെന്നും എന്താണ് തകർച്ചകളുടെ കാരണം എന്നൊക്കെ മനുഷ്യൻ കണ്ടെത്തുന്നതിന് മുൻപാണ്, മുൻകാലഘട്ടത്തിലാണ്. കുഷ്ഠം അശുദ്ധിയാണെന്നും അപസ്മാരം പൈശാചിക ബാധയാണെന്നും അന്ധത ശാപമാണെന്നും ഒക്കെ കരുതിയിരുന്നൊരു കാലത്ത് അന്ന് പറഞ്ഞ കാര്യമാണ്. അതിനെ പൂർത്തീകരിക്കാനായി ക്രിസ്തു ഭൂമിയിൽ വരികയും ഇവയൊക്കെ അസാധുവാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷവും നാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയ്ക്കകത്ത് ജീവിക്കുമ്പോഴും നാം പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ ഇത് വിമർശിക്കപ്പെടുന്നുണ്ട്. അന്ന് തന്നെ പ്രവാചകന്മാരുടെ കാലത്ത് ഇത്തരത്തിൽ യഹൂദ മതം കൊണ്ടുവന്ന യഹൂദ പൗരോഹിത്യം രൂപപ്പെടുത്തിയ ആശയങ്ങളെ അന്ന് പ്രവാചകന്മാർ നിഷേധിക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനത്തിൽ 18-ാം അധ്യായത്തിൽ 20-ാം തിരുവചനത്തിൽ പറയാണ്, പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പിതാവിന്റെ പാപങ്ങൾക്ക് പുത്രനോ പുത്രന്റെ പാപങ്ങൾക്ക് പിതാവോ ഉത്തരവാദിയായിരിക്കുകയില്ല. പഴയ നിയമത്തിൽ തന്നെ പ്രവാചകന്മാർ വന്നിട്ട് ഈ പറഞ്ഞ യഹൂദ പൗരോഹിത്യം കൊണ്ടുവന്ന മതബോധത്തെ നിരസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും ആധുനിക സമൂഹത്തിൽ യേശുക്രിസ്തു പാപവിമോചകനായി വന്ന് മോചനം തന്നതിന് ശേഷവും ഈ പഴയ നിയമ സിദ്ധാന്തത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല. ചില കാര്യങ്ങൾ ശാപമാണെന്ന് ഇപ്പോഴും ധരിക്കുന്നു, ചില കാര്യങ്ങൾ പാപത്തിന്റെ അനന്തരഫലമാണെന്ന് ഇപ്പോഴും ധരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളുടെ ഉത്തരം നമുക്കറിയില്ല. ചിലർക്ക് സാമ്പത്തിക പ്രശ്നമാണ്, ചിലർക്ക് വിവാഹ തടസ്സമാണ്, ചിലർക്ക് മക്കളുണ്ടാകാത്തതാണ്, ചിലർക്ക് രോഗങ്ങളാണ്, ചിലർക്ക് കുടുംബ സമാധാനം ഇല്ലാത്തതാണ്. ജീവിത പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ ഉയർന്നു വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നമുക്കിപ്പോഴും ബോധ്യമായിട്ടില്ല. ഒരു പ്രധാന കാരണം, ഒരേ ഒരു കാരണം, ദൈവമഹത്വം വെളിപ്പെടാനാണ്. ക്രിസ്തു പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ ക്രിസ്തു അങ്ങനെ പറയുമ്പോഴും നമ്മുടെ അന്വേഷണാത്മകത നിൽക്കുന്നില്ല. നമുക്ക് വീണ്ടും സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്ക് കാരണം പറയാം. ശാപം ഫലിക്കുന്നു. ശാപമാണോ നിങ്ങളുടെ തകർച്ചകൾക്ക് കാരണം? സ്വാഭാവികമായും നമുക്ക് ഒരു കുറവുള്ളത് ഭയമുള്ളവരാണ്.
നമ്മളൊരു അദൃശ്യമായ കാര്യത്തെ ഭയക്കുന്നു. നമ്മൾ ദൃശ്യമായ കാര്യങ്ങളല്ല ഭയക്കുന്നത്. ഇരുട്ടത്ത് മറയത്ത് ഏതെങ്കിലും ചെറുത്താനിരിപ്പുണ്ടോയെന്ന് നമുക്ക് പേടിയാം. എത്ര ധൈര്യമുള്ളവനും പേടിയാം. ധൈര്യമൊക്കെ ഉണ്ട്, ഒന്നിനെ എനിക്ക് പേടിയില്ല, എനിക്ക് ഇരുട്ടിനെയും ഭയമില്ല എന്ന് പറഞ്ഞിട്ട് ചുറ്റും നോക്കുന്ന നടക്കണേ. ചെറിയൊരു ഭയം. ഈ ഭയം എവിടെ നിന്നാണ്? അജ്ഞത എന്നുള്ളതാണ്. അജ്ഞത എന്ന് വെച്ചാൽ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്തൊരു സാഹചര്യത്തെ നമുക്ക് ഭയം ഉണ്ടാവും. സ്വാഭാവികമാണ്. ഒരാളും അമിത ധീരത ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ നമുക്ക് ഭയം ഉണ്ടാവും. വിമാനത്തിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നയാൾ ഭയങ്കര സമ്മർദ്ദത്തിലാണ്. വിമാനത്തിൽ കയറേണ്ടതാണ്, ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ കയറുന്ന സമയത്ത് നല്ല ഭയം ഉണ്ടാകും. കാരണം നേരത്തെ കയറിയിട്ടില്ല, അതുകൊണ്ടാണ്. എന്നോട് ഈ അടുത്തൊരാൾ പറയാണ്, ഫ്ലൈ ഓവർ കയറാൻ ഭയങ്കര ഭയമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ലെന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ്? 2-3 പ്രാവശ്യം കയറിയപ്പോൾ പരിചയമായി, അറിവായി, കുഴപ്പമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഭയം ഉണ്ടാവും. അപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി കയറിയിരുന്ന് വണ്ടി ഓടിച്ചങ്ങ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും പണി തീർന്നെന്ന്. കാരണം ഇത് എവിടെ പോയിടിക്കും നമുക്കൊരു നിശ്ചയമില്ല. കാല് സമയത്ത് അമരുമോ, ഗിയർ മാറ്റാൻ പറ്റുമോ, ക്ലച്ച് ചവിട്ടാൻ പറ്റുമോ, ഇതെല്ലാം കൂടി ഓർത്തെടുക്കാൻ ഒരാൾക്ക് എങ്ങനെ കഴിയും? കയ്യും കാലും ഒക്കെ പലതരത്തിൽ എങ്ങനെ പ്രവർത്തിക്കും? ഭയം. പക്ഷെ ഓടിച്ചു കഴിയുമ്പോഴോ നമ്മൾ പോലും അറിയണില്ല, ഗിയർ മാറ്റുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, വണ്ടി ഓടുന്നു. അപ്പൊ അറിവില്ലായ്മ, അജ്ഞതയാണ് ഭയത്തിന് കാരണം. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെ അടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയുമ്പോൾ ഭയത്തിൽ നിന്ന് വിമോചനം ഉണ്ടാവും. ദൈവം ആരാണെന്ന് അറിയില്ല, അതുകൊണ്ട് ദൈവത്തെയും ഭയമായിരുന്നു. യേശു ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യനായിട്ട് തന്നെ അവതരിച്ച് കൂടെ വന്നു. നിങ്ങളുടെ സ്നേഹിതനാണെന്ന് പറഞ്ഞു, സഹോദരനാണെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഭയം നിൽക്കുക, അഭയമാകുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയമുണ്ടാവും, സ്വാഭാവികമായി എല്ലാവർക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ചിന്ത കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതിന്റെ മൂലകാരണം കണ്ടുപിടിക്കാൻ പറ്റിയ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഒരു ഹൃദയാഘാതം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു. അവിടെ ചെല്ലുന്നു, ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയുന്നു ഇങ്ങനെ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രവർത്തികൾ, നിങ്ങൾ മദ്യപിക്കാറുണ്ടോ, പുകവലിക്കാറുണ്ടോ, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു. നമുക്ക് ഏകദേശം ബോധ്യമാകുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത്. നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കാരണം കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും, എന്നാലും അത് എനിക്ക് വരേണ്ട കാര്യം എന്താ? എനിക്ക് അമിതവണ്ണം ഇല്ലല്ലോ, പിന്നെ കൊളസ്ട്രോൾ എങ്ങനെ ഉണ്ടായി? നമുക്ക് കൊളസ്ട്രോൾ എങ്ങനെ ശരീരത്തിൽ ഉണ്ടാണെന്ന് യാതൊരു അറിവില്ലാത്ത ആളായി ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്ന് ആലോചിക്കണം. ശരീരത്തിൽ ലിവറിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ഏത് വ്യതിയാനമാണ് കൊളസ്ട്രോളിന് കാരണമായി മാറുന്നത് എന്നറിയണം. ഞാൻ എണ്ണപ്പലഹാരമൊന്നും കഴിക്കാത്ത ഒരാളാണ്, പിന്നെ എനിക്ക് എങ്ങനെ ഇത് വന്നേ? അതായത് എൻ്റെ ഈ അജ്ഞത ഒരു കാരണം തിരക്കാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കാരണം തിരക്കുമ്പോഴാണ് അതെ ശരിയാണ് കേട്ടോ, അപ്പനും ഉണ്ടായിരുന്നു കൊളസ്ട്രോള്, അപ്പാപ്പനും ഉണ്ടായിരുന്നു കൊളസ്ട്രോള്, അപ്പൊ പാരമ്പര്യമാണ്. ഇത് ജീനോളജി അനുസരിച്ച് പരിശോധിച്ചിട്ടോ അല്ലെങ്കിൽ DNA-യിൽ വന്ന വ്യതിയാനത്തെക്കുറിച്ച് പരിശോധിച്ചിട്ടോ ഒന്നുമല്ല. നമ്മളങ്ങ് തീരുമാനിക്കണം, പാരമ്പര്യമാണ്. പാരമ്പര്യപ്രകാരം നമ്മുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുന്നു. ആ തകർച്ചയ്ക്ക് കാരണം അത് ശാരീരികമല്ലല്ലോ. അപ്പൊ തകർച്ചയ്ക്ക് കാരണം ആരെങ്കിലും കുഴപ്പം ചെയ്തിട്ടായിരിക്കും. നമ്മൾ കുഴപ്പം ചെയ്തിട്ടുണ്ടോ? നമ്മൾ കുഴപ്പം ചെയ്തിട്ടില്ല. പിന്നെ ആരായിരിക്കും? അപ്പൻ കുഴപ്പം ചെയ്തിട്ടുണ്ടോ? അപ്പനും കുഴപ്പം ചെയ്തിട്ടില്ല. അപ്പാപ്പൻ കുഴപ്പം ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ എവിടെയെങ്കിലും ഒരു കുഴപ്പമുള്ളതായിട്ട് നമുക്ക് തോന്നും. ഈ കുഴപ്പമാണ് ഈ തകർച്ചയുടെ കാരണം എന്ന് കണ്ടുപിടിക്കും. അങ്ങനെ അതൊരു ശാപത്തിന്റെയാണ് അല്ലെങ്കിൽ പാപത്തിന്റെയാണെന്ന് നമുക്ക് അനുഭവപ്പെടും. ഇനി മറ്റൊരു കാര്യമുള്ളത്, ശാപം ഫലിക്കുമെന്ന് ചോദിച്ചാൽ ശാപം ഫലിക്കുമെന്നേ. ശാപം ഫലിക്കണ എങ്ങനെയാ? ഈ ഭയം ഉള്ളിലുണ്ടല്ലോ. അങ്ങനെ ഭയം ഉള്ളത് കൊണ്ട് നീ നശിച്ചു പോകും എന്ന് ഒരാൾ പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഹൃദയം മുറിങ്ങിയാണ് പറയണത്, നീ പണി മേടിക്കും എന്ന് പറഞ്ഞാൽ മറ്റേയാൾക്ക് പിന്നെ പേടിയാ. പണി വരുമോ, പണി വരുമോ, പണി വരുമോ? മറ്റേയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നും വരൂല. വരുമായിരിക്കും, വരുമായിരിക്കും, ചിലപ്പോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും അയാൾ അങ്ങനെ ശമിക്കേണ്ടതില്ലായിരുന്നു. ഇങ്ങനെ നിരന്തരമായ സന്ദേഹാവസ്ഥയിൽ നമ്മൾ പെടും. സന്ദേഹത്തിൽ പെടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ കോൺഫിഡൻസ് തകരും, ആത്മബോധം തകരും. കോൺഫിഡൻസ് തകർന്നാൽ വിവരം.
പിന്നെ മറ്റാളുടെ ശാപവാക്കല്ല ഫലിക്കുന്നത്. നിങ്ങളുടെ അകത്തുള്ള സന്ദേഹവും നിങ്ങളുടെ ഭയവും നിങ്ങളെ കുടുക്കിലാക്കും. ഇത്രയൊന്നും ശപിക്കാതെ തന്നെ അപകടം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട്. എങ്ങനെയാണ്? വണ്ടി എടുത്ത് പോകുമ്പോൾ പറഞ്ഞാൽ മതി, സൂക്ഷിച്ചൊക്കെ പോണോട്ടോ. പിന്നെ വഴി മുഴുവൻ സൂക്ഷിച്ച് എവിടെയെങ്കിലും ചെന്നപ്പെട്ടു. ഒരാള് രോഗശയ്യെ കിടക്കണം. അപ്പൊ ചെന്നിട്ട് നമ്മൾ പറയണം, ഇങ്ങനെയൊക്കെ ആയിരുന്ന 2 പേര് 2 ആഴ്ച കൊണ്ടാണ് മരിച്ചത്. ഈ സാധാരണ ഇത് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റണില്ലേ? സാധാരണ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റൂല. ഇങ്ങനെ വന്നാൽ പിറ്റേ ദിവസം ഈ കിടക്കുന്ന ആൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അത് പേടിച്ചു. അങ്ങനെ നമുക്കുള്ള ഭയമെന്ന ദുർബലത ശാപമേൽക്കുമെന്നൊരു ധാരണ സ്വാഭാവികമായിട്ട് നമുക്ക് നൽകും. അതിന് ജാതിമത പരിഗണനയൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ശപിക്കപ്പെട്ട് ഇങ്ങനെ സംഭവിച്ച കുറെ ആളുകൾക്ക് സംഭവിച്ച കാര്യങ്ങൾ, ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് വരും. അതും കൂടി നമ്മെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരു ശാപം ഏൽക്കുന്ന അനുഭവം നമുക്കുണ്ടാവും. എന്നാൽ നിങ്ങളെ ശപിക്കാൻ ആർക്കും സാധ്യമല്ലെന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നും അങ്ങനെ നിങ്ങളൊരു അനുഗ്രഹമാണെന്നും നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടും. അപ്പൊ ശാപത്തിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ മാറണുണ്ടല്ലോ എന്നാ ചോദിക്കണേ. അതിന് കാരണം ഇതാണ്. അപ്പൊ ഈ ശാപം നമ്മൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ശാപം എടുത്തു മാറ്റിയിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ വിമോചനം പ്രാപിക്കുന്നു. പക്ഷേ ഖേദകരമായൊരു കാര്യം എന്താണെന്നറിയാമോ? ഇത് താൽക്കാലികമാണ്. പണ്ടൊരു സൈക്കാട്രിസ്റ്റ് ഒരാളുടെ വയറിനകത്ത് കുതിരയുണ്ടെന്നാണ്. ആ കുതിരനെ തീപ്പെട്ടിക്കകത്താക്കി. ആ തീപ്പെട്ടിക്കകത്താക്കി കഴിഞ്ഞ് അത് കുതിരനെ തീപ്പെട്ടിക്കകത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ രോഗവും മാറിയിട്ടുണ്ടെന്ന് പറയുന്നത്. മാനസികമാണ് പ്രശ്നം. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ആ കുതിരനെ ഒന്ന് കണ്ടാൽ കൊള്ളാന്ന് പറയുമ്പോൾ പുറത്ത് നിങ്ങളൊരു കുതിരനെ ചൂണ്ടിക്കാണിക്കും. അപ്പൊ അത് കറുത്ത കുതിരയാണ്, ഞാൻ വിഴുങ്ങിയത് വെളുത്ത കുതിരയാണ്. പ്രശ്നം പിന്നെ മാറിയിട്ടില്ല. ചില പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടെന്ന് മാനസിക രോഗികൾ ചികിത്സ കൊടുക്കുമ്പോൾ ഒരു ഡോക്ടർ, യുക്തിവാദിയായ ഒരു ഡോക്ടർ ചെയ്തൊരു ക്രിയയാണ്. അദ്ദേഹം ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടി തീപ്പെട്ടിയിലേക്ക് ചരടിട്ടിട്ട് ആത്മാവിനെ അതിലൂടെ ആവഹിച്ച് തീപ്പെട്ടിക്കകത്താക്കി. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് തീപ്പെട്ടി കത്തിച്ചു. പെൺകുട്ടിക്ക് ആശ്വാസമായി, പ്രേതം പോയി, സമാധാനമായിട്ട് വീട്ടിൽ പോയി. 6 മാസം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ പെൺകുട്ടിയെ കൊണ്ട് വീട്ടിൽ വന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചു, നമ്മളത് കത്തിച്ചു കളഞ്ഞല്ലേ? അതാ പറ്റിയത് ഡോക്ടറെ, കത്തിച്ചില്ലേ? അപ്പൊ തീയുടെ കൂടി അത് പോയി കളഞ്ഞു. നമ്മുടെ ചിന്ത ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഭയം ഉണ്ടാകുമ്പോൾ ശാപമുണ്ട് എന്നതേൽക്കും, പിശാച് കൂടുന്നു എന്നതേൽക്കും. ഇത് യഥാർത്ഥ പൈശാചിക ബാധയോ ശാപത്തിന്റെ പ്രവൃത്തിയോ അല്ല. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന നമ്മുടെ ഭയത്തിൽ നിന്ന് ഉരുവാകുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ ചഞ്ചലചിത്തരാണെങ്കിൽ, ക്രിസ്തുവിൽ വിശ്വാസമില്ലാത്തയാളാണെങ്കിൽ, യേശു വിമോചിപ്പിച്ചു എന്ന കാര്യത്തിൽ ബോധ്യമില്ലെങ്കിൽ, ക്രിസ്തു നിങ്ങളെ വീണ്ടെടുത്തു എന്ന കാര്യത്തിൽ ഹൃദയപരമായ ഉറപ്പില്ലെങ്കിൽ, ഒരാൾ ഒരു അനർത്ഥവാക്ക് പറഞ്ഞാൽ, ഒരു ശാപവാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. മാത്രമല്ല, നിങ്ങളുടെ ജീവിത തകർച്ചകൾക്ക് കാരണമായിട്ട് പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കി ശാപത്തിന്റെ കണക്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ശാപത്തെ കണ്ടുമുട്ടാൻ കഴിയും. താൽക്കാലികമായി അവ പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നതായിട്ട് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ രക്ഷകനായ മിശിഹ നിങ്ങളെ വീണ്ടെടുത്തു എന്ന സത്യവിശ്വാസത്തിൽ ഉറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകും. അതതിന്റെ പിഴവ്. വിശദമായി ഇതിനെക്കുറിച്ച് നാളെ പറയുമ്പോൾ തന്നെ സമയം അധികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായി നാളെ തുടർന്ന് പറയാം. അതിനു മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു പാപത്തിന് തുടർച്ചയില്ല, പകരുന്നില്ല. ജന്മപാപവും പകരുന്നതല്ല. മനുഷ്യപ്രകൃതിയിൽ പാപമുണ്ടായി, ആ പാപത്തിന്റെ അനന്തരഫലം മനുഷ്യപ്രകൃതിയിലാകെയുണ്ട്. അതൊരു തുടർച്ചയല്ല. ജന്മപാപം എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ജന്മപാപം അഥവാ ഒറിജിനൽ ജസ്റ്റിസ് നഷ്ടപ്പെടുന്ന അവസ്ഥ, പ്രസാദപരം നഷ്ടപ്പെടുന്ന അവസ്ഥ സകല മനുഷ്യർക്കുള്ളതാണ്. അത് ജനന പ്രക്രിയക്കകത്തൂടെ വരുന്നൊരു കാര്യമല്ല. അത് മനുഷ്യത്വം നേരിടുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തെ പരിഹരിക്കുകയാണ് ക്രിസ്തു രക്ഷയും. രണ്ടാമത്, കർമ്മപാപവും പകരാൻ സാധ്യമല്ല. പാപത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തിപരമാണ്. പിതാവിന്റെ പാപങ്ങൾക്ക് പിതാവും പുത്രന്റെ പാപങ്ങൾക്ക് പുത്രനും ചോദ്യം ചെയ്യപ്പെടും. ഈ ശിക്ഷയാകട്ടെ ഭൗമിക പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യമല്ല. ഇവിടെ ശിക്ഷയില്ല. ഇതാണ് വിശ്വാസ സംബന്ധമായി
ഈ പാപത്തിന്റെയും ശാപത്തിന്റെയും ഒക്കെ തുടർച്ചയെക്കുറിച്ച് പറയാവുന്ന കാര്യം. ഇനി ഇത് അനുഭവപ്പെടാൻ കാരണം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണ്, ആത്മീയമായി ഇവയൊക്കെ സത്യമാണ്, ബ്രദർ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ, ശാപമുള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലോ, പാപത്തിന്റെ ഭാരമുള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മോചനം ഉണ്ടാകുന്നുണ്ടല്ലോ, അത് എങ്ങനെയെന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായി ഇനിയും പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് പൂർവിക പാപങ്ങളുടെ തുടർച്ച അനുഭവപ്പെടുന്നത്, എങ്ങനെയാണ് ശാപങ്ങൾ നമ്മുടെ മേൽ പതിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുന്നത്, അവയെക്കുറിച്ച് വ്യക്തമായി. അങ്ങനെ ജീവിത തടസ്സങ്ങൾക്ക് കാരണം എന്താണ്, പ്രയാസങ്ങൾക്ക് കാരണം എന്താണ്, എങ്ങനെയാണിത് പരിഹരിക്കപ്പെടുക, എങ്ങനെയാണിത് പരിഹരിക്കപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നാളെ നമുക്ക് തുടർ ഭാഗത്തിൽ ചിന്തിക്കാം. ഈ കേട്ട ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അഭിപ്രായങ്ങൾ പറയുക, കൂടുതൽ പേരിലേക്ക് വചന സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.